Geography, 4th chapter, Terrain analysis through maps. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് നാലാമതായി ജിയോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ടോപ്പോഗ്രാഫിക് മാപ്സ്. ടോപ്പോഗ്രാഫിക് മാപ്സ് are also known as topo sheets. ടോപ്പോഗ്രാഫിക് മാപ്പുകളെ ടോപ്പോ ഷീറ്റുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. ടോപ്പോ ഷീറ്റ്സ് or topographic maps depict in detail all natural as well as man-made features such as the undulations of the terrain, rivers, other water bodies, forests, agricultural land, barren land, villages, towns, transport, barren land, communications of the earth's surface. Topographic map depicts in detail all natural as well as man-made features. ടോപ്പോ ഷീറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ടോപ്പോഗ്രാഫിക് മാപ്പിൽ വിശദമായി പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ഭൗമോപരിതലത്തിലെ എല്ലാ സവിശേഷതകളും. ഭൗമോപരിതലത്തിലെ എല്ലാ സവിശേഷതകളെയും അത് പ്രകൃതിദത്തമായവയാവാം. അതായത് ജലാശയങ്ങള്, വനങ്ങള്, പർവ്വതങ്ങള്, തടാകങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ തുടങ്ങി ഇവയെല്ലാം പ്രകൃതിദത്തമായവയാണ്, നാച്ചുറലാണ്. അങ്ങനെയുള്ളവയും മാൻമെയ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള റോഡ്, കെട്ടിടങ്ങൾ, ആരാധനാലയങ്ങൾ, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, പട്ടണങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ വിപുലമായി വിശദമായി പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് ടോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ അഥവാ ടോപ്പോ ഷീറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നാച്ചുറലായിട്ടും മാൻമെയ്ഡ് ആയിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സവിശേഷമായി പ്രതിപാദിക്കുന്ന മാപ്പുകളാണ് ടോപ്പോ ഷീറ്റ്സ് അഥവാ ടോപ്പോഗ്രാഫിക് മാപ്സ്. ടോപ്പോഗ്രാഫിക് മാപ്സ് depicts in detail all natural as well as man-made features on the surface of the earth. It is topo sheet. In India, the official agency for making topographic maps is the Survey of India at Delhi. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ടോപ്പോഗ്രാഫിക് മാപ്പ് നിർമ്മിക്കാനുള്ള അധികാരം, എല്ലാവർക്കും മാപ്പ് നിർമ്മിക്കാനുള്ള അധികാരമില്ല, വിശേഷിച്ച് ടോപ്പോ ഷീറ്റുകൾ നിർമ്മിക്കാനുള്ള അധികാരമില്ല. ഈ ടോപ്പോ ഷീറ്റുകൾ നിർമ്മിക്കാനുള്ള അധികാരം സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ അത് സർവേ ഓഫ് ഇന്ത്യക്കാണ്. സർവേ ഓഫ് ഇന്ത്യ അറ്റ് ഡൽഹി. സർവേ ഓഫ് ഇന്ത്യ ഈസ് entrusted to prepare topographic maps in India. Its capital is at Delhi. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിനാണ് ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് നിർമ്മിക്കാനുള്ള അനുവാദമുള്ളത്. Certain restrictions are imposed upon the making of this topographic sheets. ചില നിയന്ത്രണങ്ങളുണ്ട് ഈ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ നിർമ്മിക്കുന്നതില്. The word topographic means, or the term topographic is derived from the Greek terms topo and graphic. ഗ്രീക്ക് ഭാഷയിലെ ടോപ്പോഗ്രാഫി എന്നീ രണ്ടു വാക്കുകളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ടേം അഥവാ പദം ഉത്ഭവിച്ചിരിക്കുന്നത്. ടോപ്പോ മീൻസ് പ്ലേസ്, ഗ്രാഫി മീൻസ് റൈറ്റ് ഓർ ടു ഡ്രോ.
ഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക എന്നാണ്. അപ്പൊ എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക എന്ന ഗ്രാഫി എന്ന വാക്കിൽ നിന്നും ടോപ്പോ, പ്ലേസ് എന്നർത്ഥം വരുന്ന ടോപ്പോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ടോപ്പോഗ്രാഫി എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദി യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്? നമ്മളിപ്പോ ഇതിനകത്തില് പഠിച്ച ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ടോപ്പോഗ്രാഫിക് മാപ്സ് ഓർ ടോപ്പോ ഷീറ്റ്സ്. രണ്ടാമത്തേത് വിച്ച് ഏജൻസി ഈസ് ഇൻട്രസ്റ്റഡ് ടു മേക്ക് എ ടോപ്പോഗ്രാഫിക് മാപ്സ് ഇൻ ഇന്ത്യ. തേർഡ് വാട്ട് ആർ ദി യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്തെല്ലാം ഉപയോഗങ്ങളാണ് ഈ മാപ്പ് കൊണ്ടുള്ളത്? Topographic maps are essential to analyze the physical and cultural features of the terrain. ഒന്നാമത്തെ ഉപയോഗം അതാണ്. To analyze the physical and cultural features of the terrain. അതായത് ഭൂതലത്തിന്റെ മുമ്പേ സൂചിപ്പിച്ചതുപോലെയുള്ള ഭൗതികവും അല്ലെങ്കിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകളെക്കുറിച്ച് പ്രതിപാദിക്കാനാണ്. പ്രകൃതിദത്തമായവയുണ്ട്. ഇപ്പൊ വനം പ്രകൃതിദത്തമായതാണ്, കുന്ന് പ്രകൃതിദത്തമായതാണ്, നദി പ്രകൃതിദത്തമായതാണ്, സമുദ്രം പ്രകൃതിദത്തമായതാണ്. അപ്പൊ അങ്ങനെ ഭൗമോപരിതലത്തിലുള്ള പ്രകൃതിദത്തവും അതേസമയം തന്നെ കൾച്ചറൽ, ദാറ്റ് ഈസ് മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായ റോഡ്, ബിൽഡിങ്സ് തുടങ്ങിയവയൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അപ്പൊ അങ്ങനെയുള്ളവയെ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു. രണ്ട്, ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ്. രണ്ടാമത്തെ, ആൻഡ് ടു മേക്ക് മിലിറ്ററി മാപ്സ്. സൈനിക നീക്കങ്ങൾ നടത്തുന്നതിന്, സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് ടോപ്പോ ഷീറ്റ്സ് ഉപയോഗിക്കുന്നു. സൈനിക നീക്കങ്ങൾക്കും സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും ടോപ്പോ ഷീറ്റുകൾ ഉപകാരപ്രദമാണ്. തേർഡ്, ടു ഐഡന്റിഫൈ ആൻഡ് സ്റ്റഡി ദി നാച്ചുറൽ ആസ് വെൽ ആസ് ദി കൾച്ചറൽ റിസോഴ്സസ് ഓഫ് എ റീജിയൻ ആസ് ദി പാർട്ട് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ്. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി, ഒരു സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്ത് എത്രമാത്രം പ്രകൃതിദത്തവും അല്ലെങ്കിൽ സാംസ്കാരികവുമായ വിഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ, ഒരു പ്രദേശത്ത് എത്രമാത്രം സാംസ്കാരികവും അതോടൊപ്പം തന്നെ മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ടോപ്പോഗ്രാഫിക് മാപ്സ് ആർ യൂസ്ഡ്. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് ടോപ്പോഗ്രാഫിക് മാപ്പിന് ഉള്ളത്. ഇനി ഇത് കൂടാതെ പ്ലാനിങ്ങിന്, എക്കണോമിക് പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഫോർ അർബൻ പ്ലാനിംഗ്, നഗരാസൂത്രണത്തിന് ടോപ്പോഗ്രാഫിക് മാപ്സ് സഹായിക്കും. ടു അണ്ടർസ്റ്റാൻഡ് ദി ലാൻഡ് യൂസ് ഓഫ് എ റീജിയൻ, ഒരു പ്രദേശത്തിന്റെ ഭൂവിനിയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇപ്പൊ ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ ഉപയോഗം വളരെ വലുതാണ്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത്, ടു അനലൈസ് ദി ഫിസിക്കൽ ആസ് വെൽ ആസ് ദി കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി ടെറൈൻ. ഭൗമോപരിതലത്തിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകളെ വിശകലനം ചെയ്യാൻ. ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് ഫോർ മേക്കിംഗ് മിലിറ്ററി മാപ്സ്, സൈനിക നീക്കങ്ങൾ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും ഇത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു. ടു ഐഡന്റിഫൈ ആൻഡ് സ്റ്റഡി ദി നാച്ചുറൽ ആസ് വെൽ ആസ് ദി കൾച്ചറൽ റിസോഴ്സസ് ഓഫ് എ റീജിയൻ ആസ് എ പാർട്ട് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ്, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്ത് എത്രമാത്രം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഫോർത്ത് വൺ, ഫോർ അർബൻ പ്ലാനിംഗ്, നഗര ആസൂത്രണത്തിന് സഹായിക്കുന്നു. ഫിഫ്ത് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ദി ലാൻഡ് യൂസ് ഓഫ് എ റീജിയൻ, ഒരു പ്രദേശത്തെ ഭൂവിനിയോഗം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും ടോപ്പോ ഷീറ്റുകൾ ഉപയോഗിക്കുന്നു. വാട്ട് ആർ ദി യൂസസ് ഓഫ് ടോപ്പോ ഷീറ്റ്സ് എന്ന് ചോദിച്ചാൽ, ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ദെൻ വാട്ട് ആർ ദി റിക്വയർമെന്റ്സ് എസെൻഷ്യൽ ഫോർ റീഡിംഗ് ടോപ്പോ ഷീറ്റ്സ്. എല്ലാവർക്കും പെട്ടെന്ന് ഭൂപടം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഭൂപടം എടുത്ത് ടോപ്പോ ഷീറ്റ് എടുത്ത് നോക്കി മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ആർ ദി റിക്വയർമെന്റ്സ് എസെൻഷ്യൽ ഫോർ റീഡിംഗ് ടോപ്പോ ഷീറ്റ്സ്?
ടോപ്പോ ഷീറ്റുകൾ വായിക്കാൻ വേണ്ട ആവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അതിലൊന്നാമത്തത് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഒന്നാമത് വേണ്ടത് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. എന്തെങ്കിലും ടോപ്പോ ഷീറ്റുകൾ നോക്കി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുകയുള്ളൂ. ശരിയായ പരിശീലനം ആവശ്യമാണ്. പ്രായോഗിക പരിശീലനവും ആവശ്യമാണ്. ശരിയായ പരിശീലനവും പ്രായോഗിക പരിജ്ഞാനവും അനിവാര്യമാണ് ടോപ്പോ ഷീറ്റുകൾ മനസ്സിലാക്കാൻ. സെക്കൻഡ് വൺ, എ തറോ നോളജ് ഓഫ് ദി നമ്പറിംഗ് സ്കീം, ലൊക്കേഷണൽ ആസ്പെക്ട്സ് എക്സെട്ര. ഇനി ഇത് മാത്രമല്ല, രണ്ടാമതൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. തറോ നോളജ് ഈസ് വെരി എസെൻഷ്യൽ അബൌട്ട് ദി നമ്പറിംഗ് സ്കീം. ഈ ടോപ്പോ ഷീറ്റുകളിൽ, ഈ ധരാതലീയ ഭൂപടങ്ങളിൽ, മാപ്പുകളിൽ ധാരാളം നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്പറുകൾ ഇട്ടിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. നമ്പർ ക്രമം അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, ലൊക്കേഷണൽ ആസ്പെക്ട്സ്, സ്ഥാനനിർണയ രീതി അറിഞ്ഞിരിക്കണം. നമ്പറിംഗ് സ്കീം അറിഞ്ഞിരിക്കണം, ലൊക്കേഷണൽ ആസ്പെക്ട്സ് സ്ഥാനനിർണയ രീതി അറിഞ്ഞിരിക്കണം, ദി കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്, അതോടൊപ്പം തന്നെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും അറിഞ്ഞിരിക്കണം, ദി എലവേഷൻ ആൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, അതുപോലെ തന്നെ ഉയരം, ചരിവ്, അവയൊക്കെ ചിത്രീകരിക്കുന്ന രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ദി മെത്തേഡ്സ് ഓഫ് ദ റെപ്രസെന്റേഷൻ, ഇവയൊക്കെ എങ്ങനെയാണ് ടോപ്പോ ഷീറ്റിൽ ചിത്രീകരിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ ടോപ്പോഗ്രാഫിക്ക് മാപ്പ് പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അനിവാര്യമാണ്. തറോ നോളജ് ഉണ്ടാവണം. എല്ലാവർക്കും അത് വായിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ശരിയായ അറിവുണ്ടാവണം, ശരിയായ പരിശീലനം ഉണ്ടാവണം. അത് മാത്രമല്ല, അതിനകത്ത് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. നമ്പറിംഗ് സ്കീം, നമ്പർ ക്രമം, അതിനകത്ത് ടോപ്പോ ഷീറ്റിലെ നമ്പറുകൾ ഏതൊക്കെ, എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ലൊക്കേഷണൽ ആസ്പെക്ട്സ്, അതായത് ഓരോ പ്രദേശത്തിനെയും ചിത്രീകരിച്ചിരിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്, ഈ ടോപ്പോ ഷീറ്റുകൾ അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റ് മാപ്പുകളിൽ ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അധികൃത നിറങ്ങളും അനുവദനീയമായിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. എലിവേഷൻ, അതോടൊപ്പം തന്നെ സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, അതായത് ഉയരം, ഭൂപ്രദേശത്തിന്റെ ചായ്വ്, ഇവയൊക്കെ ചിത്രീകരിക്കുന്ന രീതി അറിഞ്ഞിരിക്കണം. ഇവയൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ടോപ്പോ ഷീറ്റ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി പല തോതുകളിലാണ്, പല സ്കെയിലിലാണ് ടോപ്പോ ഷീറ്റുകൾ നിർമ്മിക്കുന്നത്. പ്രധാന സ്കെയിലുകളാണ് 1:10 lakh, 1:10 ലക്ഷം. ഒരു സ്കെയിൽ അതാണ്. 1:2 lakh and 50,000, മറ്റൊരു സ്കെയില് 1:2 ലക്ഷമാണ്. മറ്റൊരു സ്കെയില് 1:50,000, 1:50,000. അടുത്തത് 1:25,000, 1:25,000 എന്നാണ്. ഇപ്പൊ ഇങ്ങനെ പല തോതുകളിലാണ് ടോപ്പോഗ്രാഫിക്ക് മാപ്പില് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ടോപ്പോ ഷീറ്റ്സ് ഫോർ ദി ഹോൾ വേൾഡ് ഈസ് പിക്ചറൈസ്ഡ്. അത്തരത്തിൽ ഈ ലോകത്തെ മുഴുവൻ ടോപ്പോഗ്രാഫിക് ഷീറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്നത് in 2222 ഷീറ്റ്സ്, 2222 ഷീറ്റുകളിലായിട്ടാണ്. The whole world is represented in topo sheets in 2222 sheets. ഈ ലോകത്തെ മൊത്തത്തിൽ 2222 ടോപ്പോ ഷീറ്റുകളിലായി ചിത്രീകരിച്ചിരിക്കുന്നു. ഔട്ട് ഓഫ് ദിസ് 2222 ഷീറ്റ്സ്, 1800 ഷീറ്റ്സ് represents the north and south latitudes between 60 degree. അവയിൽ ലോകത്തെ 60 ഡിഗ്രി തെക്കും വടക്കുമുള്ള പ്രദേശങ്ങൾ.
എന്നുവെച്ചാൽ 60 ഡിഗ്രി തെക്കോട്ടും 60 ഡിഗ്രി വടക്കോട്ടുമുള്ള പ്രദേശങ്ങൾ 1800 ഷീറ്റുകളിലായി ചിത്രീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് 420 ഷീറ്റ്സ് ഫ്രം 60 to 88 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അവശേഷിക്കുന്ന 1800 കഴിഞ്ഞാൽ 420 ഷീറ്റുകൾ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെയും 2 ഷീറ്റുകളുണ്ട്. 2 ഷീറ്റ്സ് റെപ്രസെന്റ്സ് ബോത്ത് പോൾസ്. 2 ധ്രുവങ്ങളെ 2 ഷീറ്റുകളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം ലോകത്തെ 2222 ഷീറ്റുകളിലായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്ത്യ ആൻഡ് adjoining countries are represented in 1:10 lakh scale. ഇന്ത്യയെയും ഇന്ത്യയോട് അനുബന്ധമായിട്ടുള്ള അടുത്ത രാജ്യങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നത് 1:10 ലക്ഷം എന്ന സ്കെയിലിലാണ്, അല്ലെങ്കിൽ തോതിലാണ്. ഇന്ത്യ ആൻഡ് adjoining topographic maps are represented in the scale of 1:10 lakh, which is known as million sheets. ഇന്ത്യയെയും ഇന്ത്യയോട് അനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നത് 1:10 ലക്ഷം എന്ന തോതിലാണ്. അവയെ മില്യൺ ഷീറ്റുകൾ എന്ന് വിളിക്കും. 1:10 ലക്ഷം എന്ന സ്കെയിലിൽ വരച്ചിരിക്കുന്ന ടോപ്പോ ഷീറ്റുകളെ മില്യൺ ഷീറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സച്ച് ഷീറ്റ്സ് ആർ നോൺ ആസ് മില്യൺ ഷീറ്റ്സ്. സച്ച് ടോപ്പോ ഷീറ്റ്സ്, ദാറ്റ് മീൻസ് ദ ടോപ്പോ ഷീറ്റ്സ് പ്രിപ്പയർഡ് വിത്ത് ദി സ്കെയിൽ ഓഫ് 1:10 lakh ഈസ് നോൺ ആസ് എ മില്യൺ ഷീറ്റ്. 1:10 ലക്ഷം എന്ന തോതിൽ വരച്ചിരിക്കുന്ന ടോപ്പോ ഷീറ്റുകളെ മില്യൺ ഷീറ്റുകൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഇറ്റ് കവേഴ്സ് 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആൻഡ് 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഒരു മില്യൺ ഷീറ്റില് വരച്ചിരിക്കുന്നത് 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും ഏരിയയാണ്. എന്നുവെച്ചാൽ 4 ഡിഗ്രി അക്ഷാംശ 4 ഡിഗ്രി രേഖാംശ പ്രദേശത്തെയാണ് ഒരു ടോപ്പോ ഷീറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 4 ഡിഗ്രി അക്ഷാംശ 4 ഡിഗ്രി രേഖാംശ പ്രദേശത്തെയാണ് ഒരു മില്യൺ ഷീറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മില്യൺ ഷീറ്റിന്റെ പ്രത്യേകത, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മില്യൺ ഷീറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മില്യൺ ഷീറ്റ് ഏത് സ്കെയിലാണ് ഉണ്ടാക്കുന്നത്? 1:10 lakh. 1:10 lakh എന്ന് പറയുമ്പോൾ ഒരു ടോപ്പോ ഷീറ്റ് 4 ഡിഗ്രി അക്ഷാംശ 4 ഡിഗ്രി രേഖാംശ 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ആർ ഗിവൺ നമ്പേഴ്സ് ഫ്രം 1 to 105. ഇനി ഒരു ടോപ്പോ ഷീറ്റിൽ 1 മുതൽ 105 വരെയുള്ള നമ്പറുകൾ ഉണ്ടാവും. കാൾഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. അവയെ വിളിക്കുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നാണ്, ക്രമ നമ്പർ എന്നാണ്. ക്രമ നമ്പർ എന്ന പേരിൽ 1 മുതൽ 105 വരെയുള്ള നമ്പറുകൾ ഒരു ടോപ്പോ ഷീറ്റില് ഉണ്ടാകും. ഒരു മില്യൺ ഷീറ്റില് മില്യൺ ഷീറ്റ് വരയ്ക്കുന്നത് 1:10 ലക്ഷം എന്ന തോതിലാണ്. ഭൂതലത്തിലെ 4 ഡിഗ്രി അക്ഷാംശം 4 ഡിഗ്രി രേഖാംശ പ്രദേശത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു ടോപ്പോ ഷീറ്റില് 1 മുതൽ 105 വരെയുള്ള നമ്പറുകൾ ഉണ്ടാവും. അതിനെ ഇൻഡെക്സ് നമ്പർ അഥവാ ക്രമ നമ്പറുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ ഓരോന്നിനെയും ഈച്ച് ഷീറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 16 പാർട്സ് കാൾഡ് ഡിഗ്രി ഷീറ്റ്സ്. അവയിൽ ഓരോന്നിനെയും 1 മുതൽ 105 വരെയുള്ള നമ്പറുകൾ ഉൾക്കൊള്ളുന്ന ഓരോ പാർട്ടിനെയും അല്ലെങ്കിൽ ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 16 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആ മില്യൺ ഷീറ്റിനെ വിഭജിച്ച 16ആയിട്ട് വിഭജിച്ചിരിക്കുന്ന ഒരു ഭാഗത്തെ ഡിഗ്രി ഷീറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഡിഗ്രി ഷീറ്റ്സ്? ഡിഗ്രി ഷീറ്റ്സ് ആർ ഡ്രോൺ in the scale of 1:2 lakh and 50,000 scale. 1:2 ലക്ഷം എന്ന തോതിലാണ് ഡിഗ്രി ഷീറ്റുകൾ വരച്ചിരിക്കുന്നത്.
അതിന്റെ സ്കെയിൽ അതാണ് 1:2,50,000. ഈച്ച് മില്യൺ ഷീറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 16 പാർട്സ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഓരോ മില്യൺ ഷീറ്റുകളും 16 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആൻഡ് ഈസ് റെപ്രസെന്റഡ് ഫ്രം ദി ആൽഫബറ്റ് എ ടു പി. ഈ 16 ഭാഗങ്ങളെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ മുതൽ പി വരെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച്, എ മുതൽ പി വരെ 16 അക്ഷരങ്ങളാണ്, എ മുതൽ പി വരെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈച്ച് പാർട്ട് കവേഴ്സ് 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്. അതിൽ ഓരോ പാർട്ടിനും ഓരോ ഭാഗത്തിനും 1 ഡിഗ്രി അക്ഷാംശ 1 ഡിഗ്രി രേഖാംശ വ്യാപ്തിയുണ്ട്. മില്യൺ ഷീറ്റിലാക്കി 4 ഡിഗ്രി അക്ഷാംശം 4 ഡിഗ്രി രേഖാംശ വ്യാപ്തിയാണെങ്കിൽ ഇവിടെ 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്, 1 ഡിഗ്രി അക്ഷാംശ 1 ഡിഗ്രി രേഖാംശ വ്യാപ്തി ഓരോ ഡിഗ്രി ഷീറ്റിനും ഉണ്ട്. ഈച്ച് ഡിഗ്രി ഷീറ്റ് ഹാസ് 15 മിനിറ്റ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് 15 മിനിറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്. ഓരോ ഡിഗ്രി ഷീറ്റും ഈസ് ഡിവൈഡഡ് ഇൻടു 16 ഈക്വൽ പാർട്സ്. 16 തുല്യ ഭാഗങ്ങളായി. മില്യൺ ഷീറ്റിനെ 16 ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ആ 16 ഓരോന്നിനെയും ഡിഗ്രി ഷീറ്റ് എന്ന് വിളിക്കും. ആ ഡിഗ്രി ഷീറ്റിനെ വീണ്ടും 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മില്യൺ ഷീറ്റിന് 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ആണ് ഉള്ളതെങ്കിൽ ഡിഗ്രി ഷീറ്റിന് 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ആണ്. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് 15 മിനിറ്റ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്. 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 മിനിറ്റ് ആണ്. അപ്പൊ അതിന് 15 മിനിറ്റ്സ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് 15 മിനിറ്റ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ഉള്ളതാണ് ഒരു ഡിഗ്രി ഷീറ്റിന്റെ ഭാഗം. as and are numbered as 1 to 16. ഈ 16 ഭാഗങ്ങളെ 1 മുതൽ 16 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മില്യൺ ഷീറ്റിനെ 1 മുതൽ 105 വരെയുള്ള നമ്പർ ഉണ്ട്. അതിനെ തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗത്തെ ഡിഗ്രി ഷീറ്റ് എന്ന് വിളിക്കും. ആ ഡിഗ്രി ഷീറ്റിനെ വീണ്ടും 16 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് എ മുതൽ പി വരെയുള്ള അക്ഷരങ്ങളാണ്. അതിൽ ഓരോ ഭാഗത്തെയും വീണ്ടും 15 മിനിറ്റ് ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയ വരുന്ന ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അത് 1 മുതൽ 16 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ചാണ് അവയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്. ഓരോ ടോപ്പോ ഷീറ്റിലും ചില കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് എന്ന് വെച്ചാൽ പരമ്പരാഗതമായി അത് എല്ലാ രാജ്യങ്ങളിലും ഒരേ അടയാളവും അല്ലെങ്കിൽ ചിഹ്നവും ഒരേ നിറവുമാണ് ചില കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഈ ടോപ്പോ ഷീറ്റുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒന്ന് പഠിക്കണം. ഓരോന്നിനും ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തില് കൺവെൻഷണൽ സൈൻസും സിംബൽസും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ റോഡുകളുടെ സിംബല് എന്താണ്, അതിന്റെ നിറം എന്താണ്, റെയിൽവേ ലൈനിന്റെ നിറം എന്താണ്, ഇങ്ങനെ ഓരോന്നും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഓരോന്നിന്റെ അടയാളങ്ങളും ഓരോന്നിനും കൊടുത്തിരിക്കുന്ന നിറങ്ങളും എന്തൊക്കെയാണ് എന്ന് ഒന്ന് പഠിക്കണം ഓരോന്നിനും. ഇവിടെ അതിനടുത്തൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കളറാണ് ഓരോന്നിനും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ അത്തരത്തിൽ അത് ഒന്ന് പഠിക്കണം. ഇനി ടോപ്പോ ഷീറ്റിൽ ഉപയോഗിക്കുന്ന ഒരു മാർഗം റെപ്രസെന്റേഷൻ ഓഫ് എലിവേഷൻ. പരീക്ഷയ്ക്ക് അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വാട്ട് ആർ ദി മെഷേഴ്സ് അഡോപ്റ്റഡ് ഇൻ ടോപ്പോ ഷീറ്റ്സ് ടു റെപ്രസെന്റ് എലിവേഷൻ. എലിവേഷൻ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ എലിവേഷൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഹൈറ്റ് ഉയരം ചിത്രീകരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? പ്രധാനമായിട്ട് 4-5 മെത്തേഡിലൂടെയാണ് എലിവേഷൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ദേ ആർ കോണ്ടൂർ ലൈൻസ്, ഫോം ലൈൻസ്, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഇങ്ങനെ 5 മാർഗങ്ങളാണ് ടോപ്പോ ഷീറ്റിൽ ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാ? ടോപ്പോ ഷീറ്റില് ടോപ്പോഗ്രാഫിക് മാപ്പിൽ ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാൻ 5 മാർഗങ്ങളാണ്. കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ രേഖകൾ,
ഫോം ലൈൻസ്, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആൻഡ് ബെഞ്ച് മാർക്ക്. ഇങ്ങനെ 5 കാര്യങ്ങളാണ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് joining places having same elevation from the sea level. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ ലൈൻസ് അല്ലെങ്കിൽ കോണ്ടൂർ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കോണ്ടൂർ ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് drawn on topo sheets to represent the places of equal elevation or height from the sea level. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ അഥവാ കോണ്ടൂർ ലൈൻസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഫോം ലൈൻസ്. Foam lines are the dotted lines drawn in topo sheets to represent the height of the places which are difficult to measure through land surveys. In such a case, the elevation is represented with the help of broken lines or dotted lines. അതായത് ചില പ്രദേശങ്ങള് ലാൻഡ് സർവേയിലൂടെ, ഭൂതല സർവേയിലൂടെ നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടുള്ള പ്രദേശമായിരിക്കും. വലിയ അഗാധമായ ഗർത്തങ്ങളും അതുപോലെ തന്നെ ഉയരങ്ങളും ഒക്കെയുള്ള പ്രദേശങ്ങളായിരിക്കും. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള, ലാൻഡ് സർവേ നടത്താൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിന് വേണ്ടി, രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ടോപ്പോഗ്രാഫിക് മാപ്പില്, ടോപ്പോ ഷീറ്റില് രേഖപ്പെടുത്തിയിരിക്കുന്ന ബ്രോക്കൺ ലൈൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഫോം ലൈൻസ് എന്ന പേരില്. അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്ന ബ്രോക്കൺ ലൈൻസ് ഉപയോഗിച്ചാണ്, തുടർച്ചയില്ലാത്ത വരകൾ ഉപയോഗിച്ചാണ് അവ രേഖപ്പെടുത്തുന്നത്. തേർഡ്, സ്പോട്ട് ഹൈറ്റ്. ഇറ്റ് റെപ്രസെന്റ്സ് ദി ആക്ച്വൽ ഹൈറ്റ് ഓഫ് എ പ്ലേസ് ബൈ റെക്കോർഡിംഗ് ദി ഹൈറ്റ് ഇൻ ഡിജിറ്റ്സ് ബിസൈഡ് എ ബ്ലാക്ക് ഡോട്ട്. ഒരു പ്രദേശത്തിന്റെ, ഒരു നിശ്ചിത പ്രദേശത്തിന്റെ സ്ഥലം രേഖപ്പെടുത്താൻ വേണ്ടി ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന മാർഗമാണ്. ഇപ്പൊ ചാരുമൂട് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരമാണ്? 100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ 100 മീറ്റർ എന്ന് രേഖപ്പെടുത്തി അതിന്റെ ബാക്കിലായിട്ടൊരു ബ്ലാക്ക് ഡോട്ടും രേഖപ്പെടുത്തും. ഒരു ബ്ലാക്ക് ഡോട്ടും വലതുവശത്ത് അതിന്റെ ഹൈറ്റും, ആ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് അതിന്റെ ഉയരവും രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്പോട്ട് ഹൈറ്റ് എന്ന് വിളിക്കാം. അടുത്തത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ഹൈറ്റ് ഓർ ദി എലിവേഷൻ വിച്ച് ഈസ് എസ്റ്റിമേറ്റഡ് ത്രൂ ട്രിഗണോമെട്രിക് സർവേ ആൻഡ് ഹൈറ്റ് ഈസ് റെക്കോർഡഡ് യൂസിംഗ് ഡെൽറ്റ സിംബൽ. ഇവിടെ ഒരു പ്രദേശത്തിന്റെ ഹൈറ്റ് ആയിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈറ്റ് രേഖപ്പെടുത്തും. അതിന് ഇടതുവശത്തായി ഒരു ഡെൽറ്റ സിംബൽ ഉണ്ടാവും. ത്രികോണം മാതൃക, ഗ്രീക്ക് ആൽഫബറ്റ് ആയ ഡെൽറ്റയുടെ മാതൃകയിൽ ഒരു സിംബൽ രേഖപ്പെടുത്തിയിരിക്കുക. അതിന്റെ വലതുവശത്തായി ഹൈറ്റും രേഖപ്പെടുത്തിയിരിക്കും. ആ പ്രദേശത്തിന്റെ ഹൈറ്റാണത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ട്രിഗണോമെട്രിക് സർവേ ഉപയോഗിച്ചാണ് ആ ഹൈറ്റ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ആ സിംബൽ കൊടുത്തിട്ട് ആ ഹൈറ്റ് എഴുതിയാൽ അതിനർത്ഥം. ദെൻ ബെഞ്ച് മാർക്ക്. The height of reservoirs and prominent buildings are represented or recorded along with the letters BM. എന്നാൽ ഭൂപടങ്ങളിൽ, ധരാതലീയ ഭൂപടങ്ങളിൽ ഒരു ജലാശയത്തിന്റെ, ജലസംഭരണിയുടെയോ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെയോ ഒക്കെ ഹൈറ്റ്, ഉയരം രേഖപ്പെടുത്തുന്നത് BM എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് വലതുവശത്താണെങ്കിൽ അതിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബെഞ്ച് മാർക്ക് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ്, BM ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ബെഞ്ച് മാർക്ക്. അപ്പൊ അത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഒരു റിസർവോയർ അഥവാ ജലസംഭരണി, സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഒരു ബിൽഡിംഗ് എന്നൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്.
The next grid reference. Grid reference. Places are located on maps or globe with the help of latitudes and longitudes. നമുക്കറിയാം, നമ്മൾ ഗ്ലോബില് ഒരു പ്രദേശത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് അതിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നോക്കിയാണ്. അക്ഷാംശവും രേഖാംശവും നോക്കിയാൽ എത്ര ലാറ്റിറ്റ്യൂഡിനും എത്ര ലോഞ്ചിറ്റ്യൂഡിനും ഇടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യ എത്ര ലാറ്റിറ്റ്യൂഡിനും എത്ര ലോഞ്ചിറ്റ്യൂഡിനും ഇടയിലാണ് എന്ന് കണ്ടുപിടിക്കും. എന്ന് പറയുന്നത് പോലെ ഓരോ പ്രദേശങ്ങളെയും ഗ്ലോബിൽ അല്ലെങ്കിൽ ഭൂപടങ്ങളിൽ കണ്ടുപിടിക്കുന്നത്, സാധാരണ ഭൂപടങ്ങളിൽ കണ്ടുപിടിക്കുന്നത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കണ്ടുപിടിച്ചിട്ടാണ്. ടു ഷോ ദി precise location of minor geographical features in topo sheets, eastings and northings are used. എന്നാൽ ടോപ്പോ ഷീറ്റുകളിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളുടെയും ചെറിയ ചെറിയ വസ്തുക്കളുടെയും സ്ഥാനം നിർണ്ണയിക്കാൻ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഈസ്റ്റിങ്സും നോർത്തിങ്സുമാണ്. ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും പകരം ടോപ്പോ ഷീറ്റുകളിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ്. ഈസ്റ്റിങ്ങുകളും നോർത്തിങ്ങുകളുമാണ്. എന്താണ് ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പോ ഷീറ്റുകളിൽ വരയ്ക്കുന്ന നോർത്ത് സൗത്ത് ലൈൻസ് ആണ്. ഇത്തരത്തിൽ ഉള്ള നോർത്ത് സൗത്ത് ലൈൻസിനെയാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഭൂപടങ്ങളിൽ കീഴ്മേൽ വരയ്ക്കുന്ന, തെക്കുവടക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഇവയെ ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നു? അലോങ് വിത്ത് അവരി ഈസ്റ്റിംഗ് ദർ ഈസ് എ നമ്പർ. നമുക്കറിയാം, ഓരോ ഈസ്റ്റിങ്ങിനും അപ്പോൾ ഒരു നമ്പർ ഉണ്ടാവും. ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും കൂടിക്കൂടി വരുന്നു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും അതിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം കൂടിക്കൂടി വരുന്നു. ഉദാഹരണത്തിന് 15 ആണെങ്കിൽ അടുത്തത് 16. വലത്തോട്ട് പോകും തോറും, വലത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് പോവുക. അപ്പൊ കിഴക്കോട്ട് പോകും തോറും അതിന്റെ മൂല്യം കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് അതിനെ ഈസ്റ്റിങ്സ് എന്ന് വിളിച്ചത്. വരയ്ക്കുന്നത് തെക്കുവടക്ക് വരയ്ക്കുന്ന ആ രേഖകളെ ഈസ്റ്റിങ്സ് എന്ന് വിളിച്ചത്. അതാണ് ഈസ്റ്റിങ്സിന്റെ പ്രത്യേകത. വാല്യൂ. അപ്പൊ ഈസ്റ്റിങ്സ് എന്തൊക്കെയാ? ഈസ്റ്റിങ്സ് എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഈസ്റ്റിങ്സ്? നോർത്ത് സൗത്ത് ലൈൻസ് ഡ്രോൺ ഇൻ ടോപ്പോ ഷീറ്റ്. എവിടെ വരയ്ക്കുന്ന? ടോപ്പോ ഷീറ്റുകളിൽ വരയ്ക്കുന്ന തെക്കുവടക്ക് രേഖകളെയാണ് ഈസ്റ്റിങ്ങുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചുവപ്പ് കളർ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്, റെഡ് കളർ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് ഈസ്റ്റിങ്സ്. രണ്ടാമതൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ടു ദി ഈസ്റ്റ്. കിഴക്കോട്ട് പോകുന്തോറും അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വർദ്ധിക്കുന്നു, അതിന്റെ മൂല്യം വർദ്ധിക്കുന്നു. ഇനി നോർത്തിങ്സോ? നോർത്തിങ്സ് നേരെ വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. ദി ഈസ്റ്റ് വെസ്റ്റ് ലൈൻ, കിഴക്കു പടിഞ്ഞാറ് ഹൊറിസോണ്ടലായിട്ട് ടോപ്പോ ഷീറ്റിൽ വരയ്ക്കുന്ന രേഖകളെയാണ് നോർത്തിങ്സ് എന്ന് വിളിക്കുന്നത്. എന്താ നോർത്തിങ്സ് എന്ന് വിളിക്കാൻ കാരണം? ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ടു ദി നോർത്ത്. മുകളിലേക്ക് പോകുന്തോറും, ടു ദി നോർത്ത്, വടക്കോട്ട് പോകുന്തോറും അതിന്റെ മൂല്യം എന്ത് ചെയ്യുന്നു? വർദ്ധിച്ച് വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ നോർത്തിങ്സ് എന്ന് വിളിച്ചത്. ഇനി എങ്ങനെയാണ് ഇതിനെ സംബന്ധിക്കുന്ന വാല്യൂ എടുക്കുന്നത്? ഇൻ ദി കേസ് ഓഫ് ഈസ്റ്റിങ്സ്, the value of the west line, that means just behind the feature, is taken. Immediately left of the geographical feature is taken. വാല്യൂ എടുക്കുമ്പോൾ, ഒരു വസ്തുവിന്റെ വാല്യൂ എടുക്കുമ്പോൾ, മൂല്യം എടുക്കുമ്പോൾ, അതായത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തു, ഇതിന്റെ മൂല്യം, ഇത് ഈസ്റ്റിങ്സ് ആണ്, ഞാൻ പറഞ്ഞത് ഈസ്റ്റിങ്സ് ആണ്. ഇതിന്റെ വാല്യൂ എടുക്കുമ്പോൾ
തൊട്ട് ഈ ഇവിടെ ഒരു കിണറുണ്ടെങ്കിൽ അതിന്റെ ഇടതുവശത്തതിന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. ആദ്യം ഇതിന്റെ വാല്യൂ എടുക്കും. അത് നോർത്ത് ഈസ്റ്റിന്റെ എടുക്കുമ്പോ ആദ്യം അതിന് തൊട്ട് താഴെ ജസ്റ്റ് ബിലോ അതിന് താഴെയുള്ള നോർത്ത് ഇന്ത്യന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. അങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നത്. പുസ്തകം നന്നായി നോക്കി ആ പടം നോക്കി അത് മനസ്സിലാക്കണം. അത്തരത്തിൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും വരച്ചു കഴിയുമ്പോൾ അത് തിരിച്ചും മറിച്ചുമാകും, ഇത്തരത്തിലാവും. അപ്പോ ദി ഗ്രിഡ് ഫോംഡ് ബൈ ദി ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് ആർ കാൾഡ് റഫറൻസ് ഗ്രിഡ്. അത്തരത്തിൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും ടോപ്പോ ഷീറ്റിൽ വരയ്ക്കുമ്പോഴാണ് അതിനെ റഫറൻസ് ഗ്രിഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രിഡ് റഫറൻസ് എന്ന് വിളിക്കുന്നത്. ഈച്ച് ഗ്രിഡ് വിത്ത് 2 centimeter width and 2 centimeter breadth covers an area of 1 kilometer width and breadth on their surface in 1:50,000 scale. 1:50 50,000 എന്ന സ്കെയിലിൽ വരയ്ക്കുന്ന ഒരു ടോപ്പോ ഷീറ്റിൽ, പല സ്കെയിലിൽ ടോപ്പോ ഷീറ്റുകൾ വരയ്ക്കുമെന്ന് പറഞ്ഞു. 1:50 1:50,000 എന്ന സ്കെയിലിൽ 1:50 50,000 എന്ന തോതിൽ വരയ്ക്കുന്ന ഒരു ടോപ്പോ ഷീറ്റിൽ 2 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും ഭൗമോപരിതലത്തിലെ 1 കിലോമീറ്റർ നീളത്തെയും 1 കിലോമീറ്റർ വീതിയെയും പ്രതിനിധാനം ചെയ്യുന്നു. പടത്തിൽ 2 സെന്റിമീറ്റർ നീളവും വീതിയും സൂചിപ്പിക്കുന്നത് ഭൗമോപരിതലത്തിൽ എത്ര നീളവും വീതിയും കാണും? 1 കിലോമീറ്റർ നീളവും വീതിയും പ്രതിനിധാനം ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ലൊക്കേഷൻ ഓഫ് ഫീച്ചേഴ്സ് ക്യാൻ ബി ഫൗണ്ടഡ് ഇൻ 2 ഡിഫറന്റ് വേസ്. ഓരോന്നിന്റെയും ലൊക്കേഷൻ, സ്ഥാനം നമുക്ക് വ്യത്യസ്ത രീതികളിൽ കണ്ടുപിടിക്കാം. 2 രീതിയിൽ കണ്ടുപിടിക്കാം. ദേ ആർ 4 ഫിഗർ ഗ്രിഡ് റഫറൻസ് ആൻഡ് 6 ഫിഗർ ഗ്രിഡ് റഫറൻസ്. 4 അക്ക ഗ്രിഡ് റഫറൻസും 6 അക്ക ഗ്രിഡ് റഫറൻസും. 4 അക്ക ഗ്രിഡ് റഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 4 ഫിഗർ ഗ്രിഡ് റഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ദി വാല്യൂ ഓഫ് ദി ഈസ്റ്റിംഗ്സ്. ആദ്യം എഴുതുന്നത് വാല്യൂ ഓഫ് ദി ഈസ്റ്റിംഗ്. ഈസ്റ്റിംഗിന്റെ തെക്ക് വടക്ക് വരയ്ക്കുന്ന രേഖയാണ്, കീഴ്മേൽ വരയ്ക്കുന്ന രേഖയാണ് ഈസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഇടതുവശത്തുള്ള വാല്യൂ ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു ഫോർട്ടാണ്. ഫോർട്ട് എന്ന് പറയുമ്പോൾ കോട്ട, ഒരു കോട്ടയാണ്. ആ കോട്ടയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഇടതുവശത്തുള്ള വാല്യൂ, കീഴ്മേലുള്ളതിന്റെ 81 ആദ്യം എഴുതും 4 അക്ക ഗ്രിഡ് റഫറൻസിന്. കോട്ട എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 81. എന്നിട്ട് ഈസ്റ്റിംഗ് നോർത്തിങ്ങിന്റെ വാല്യൂ, കിഴക്ക് പടിഞ്ഞാറ് വരയ്ക്കുന്നതാണ് നോർത്തിങ്. അതിന്റെ തൊട്ട് താഴെയുള്ളതിന്റെ വാല്യൂ എടുക്കുന്നത് അത് 34, ഉദാഹരണത്തിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ ഫോർട്ടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 81 34, 4 അക്കങ്ങളുണ്ടാകും. 81 34. അങ്ങനെ ഓരോന്നിന്റെയും ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും 4 അക്ക ഗ്രിഡ് റഫറൻസ് അനുസരിച്ച്. ഇനി 6 അക്ക ഗ്രിഡ് റഫറൻസ് അനുസരിച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ളതിന്റെ സ്ഥാനം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 6 അക്ക ഗ്രിഡ് റഫറൻസ് ഉപയോഗിച്ചാണ്. 6 അക്കത്തിൽ 4 അക്കത്തിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം ഈസ്റ്റിംഗിന്റെ വാല്യൂ എഴുതും. എന്ന് വെച്ചാൽ എവിടെയാണോ അത് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തൊട്ട് ഇടതുവശത്തുള്ള ഇത് വാല്യൂ എഴുതും. ആ ഇടതുവശത്തുള്ള വാല്യൂ എഴുതിയിട്ട് ഒരു ഈസ്റ്റിംഗ് മുതൽ അടുത്ത ഈസ്റ്റിംഗ് വരെയുള്ള അകലം, എന്ന് വെച്ചാൽ കീഴ്മേൽ ഇങ്ങനെ വരച്ചേക്കുന്ന ഒരു ഈസ്റ്റിംഗ് മുതൽ അടുത്ത ഈസ്റ്റിംഗ് വരെയുള്ള അകലത്തെ തുല്യ 10 ഭാഗങ്ങളായി വിഭജിക്കും. തുല്യ 10 ഭാഗങ്ങളായി വിഭജിച്ച് അതെണ്ണും. പുസ്തകത്തിൽ പടം വരച്ചു കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കണം. അതെണ്ണും. എണ്ണി എത്രാമത്തെ നമ്പറിന് നേരെയാണോ അത് വരുന്നത് അതെഴുതും. ഇപ്പൊ 5ാമത്തേതിന് നേരെയാണ്. 1 മുതൽ 10 വരെ ആയിട്ട് വിഭജിച്ചിട്ട് 1ാമത്തേന് നേരെ ആദ്യം ഈസ്റ്റിംഗിന്റെ വാല്യൂ എഴുതും. എന്നിട്ട് 5ാമത്തേന് നേരെയാണ് വരുന്നതെങ്കിൽ, വിഭജിച്ചതിൽ 5ാമത്തേന് നേരെയാണ് വരുന്നതെങ്കിൽ ഈ ഈസ്റ്റിംഗിന്റെ വാല്യൂവിന്റെ തൊട്ട് വലതുവശത്തായി ആ അക്കം കൂടെ എഴുതും, 5 എന്ന് എഴുതും. അപ്പൊ 3 അക്കമായി. എന്നിട്ട് അടുത്തത് നോർത്തിങ്ങിന്റെ വാല്യൂ എഴുതും.
എന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് താഴെയുള്ള വാല്യൂ, നോർത്തിങ്ങിന്റെ താഴെയുള്ള വാല്യൂ എഴുതും. ആ വാല്യൂ എഴുതി കഴിയുമ്പോൾ 5 അക്കമാവും. എന്നിട്ട് ഒരു നോർത്തിങ് മുതൽ അടുത്ത നോർത്തിങ് വരെയുള്ള അകലം 10 തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഏതിന് നേരെ അത് വരുന്നോ അതും 5 ആണ്, അല്ലെങ്കിൽ 4 എന്നാണ്, അല്ലെങ്കിൽ 3 എന്നാണ് എങ്കിൽ വലത്തറ്റം ആ അക്കം കൂടെ എഴുതും. അപ്പോൾ 6 അക്കമായി. അങ്ങനെ 6 അക്ക ഗ്രിഡ് റെഫറൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. There are 2 methods in calculating the location of places in topo sheets. They are 6 grid reference or 6 figure grid reference and 4 figure grid reference. 4 അക്ക ഗ്രിഡ് റെഫറൻസും 6 അക്ക ഗ്രിഡ് റെഫറൻസും 6 അക്ക ഗ്രിഡ് റെഫറൻസുമാണ് ഉള്ളത്. ഇത്തരത്തിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ദെൻ കോണ്ടൂർ ലൈൻസ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഉയരം കണ്ടുപിടിക്കാൻ, എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് കോണ്ടൂർ രേഖ എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞു കോണ്ടൂർ ലൈൻസ്? കോണ്ടൂർ ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് കണക്ടിംഗ് പ്ലേസസ് ഓഫ് ഈക്വൽ ഹൈറ്റ് ഫ്രം ദി സീ ലെവൽ ഓർ ഈക്വൽ എലിവേഷൻ ഫ്രം ദി സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. The respective altitude will be marked with each contour line are called contour values. ഓരോ കോണ്ടൂർ രേഖയ്ക്കുമൊപ്പം, കോണ്ടൂർ രേഖ വളച്ചാണ് വരയ്ക്കുന്നത്, ആ ഓരോ കോണ്ടൂർ രേഖയ്ക്കും ഒപ്പം ഒരു നമ്പർ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരു നമ്പർ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ വരയ്ക്കുന്ന കോണ്ടൂർ രേഖയ്ക്കൊപ്പം ഒരു നമ്പർ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആണ്, മൂല്യമാണ്. അതിനെ കോണ്ടൂർ വാല്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിത്ത് ദി കോണ്ടൂർ വാല്യൂ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആൾട്ടിറ്റ്യൂഡ് ഓഫ് പ്ലേസ്. ഒരു കോണ്ടൂർ രേഖയെല്ലാം ഒരു വാല്യൂയിലുള്ളതായിരിക്കും, ഒരു നമ്പറുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും അത്ര ഉയരത്തിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആ രേഖ കടന്നു പോകുന്നിടത്തെ പ്രദേശങ്ങൾക്കെല്ലാം ഒരേ ഹൈറ്റാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഒരേ എലിവേഷനാണ്, ഒരേ ഉയരമാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമുക്ക് ആ രേഖ കടന്നു പോകുന്ന ഏതൊരു പ്രദേശത്തിന്റെ ഉയരം കണ്ടുപിടിക്കാൻ കഴിയും. The difference between the value of 2 adjacent contours is called contour interval. ഒരു കോണ്ടൂർ ലൈനിന്റെ വാല്യൂ അല്ല അടുത്ത കോണ്ടൂർ ലൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കോണ്ടൂർ ലൈനിന്റെ വാല്യൂ 500 മീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അടുത്തത് 600 മീറ്റർ എന്നാണെങ്കിൽ അടുത്തത് 700 മീറ്റർ ആണ്, അടുത്തത് 800 മീറ്റർ ആണ്. അപ്പോ 2 കോണ്ടൂർ ലൈനിന്റെ വാല്യൂ തമ്മിൽ, മൂല്യം തമ്മിലുള്ള വ്യത്യാസത്തെ കോണ്ടൂർ ഇന്റർവെൽ എന്ന് വിളിക്കും. കോണ്ടൂർ ഇടവേള. കോണ്ടൂർ ഇന്റർവെൽ എത്രയാണ് ഇവിടെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും 100 കാരണം എന്താ, 500, 600, 700 എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വ്യത്യാസം 100. ചിലപ്പം 500, 550, 600, 650, 700 ആണെങ്കിൽ കോണ്ടൂർ ഇന്റർവെല് 50. അപ്പൊ 2 കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള വാല്യൂവിലുള്ള വ്യത്യാസത്തെ കോണ്ടൂർ ഇന്റർവെൽ എന്ന് വിളിക്കുന്നു. Then what are the uses of contour lines? എന്തിനാണ് ഇത്തരത്തിൽ കോണ്ടൂർ ലൈനുകൾ ഭൂപടങ്ങളിൽ, ടോപ്പോ ഷീറ്റുകളിൽ വരയ്ക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്. ഞാൻ പറഞ്ഞു, മുമ്പേ സൂചിപ്പിച്ചു, ഭൗമോപരിതലത്തിൽ ഒരു സ്ഥലത്തിന്റെ ഉയരം കണ്ടെത്താൻ ആ വാല്യൂ നോക്കി അറിയാൻ എത്ര ഹൈറ്റ് ഉണ്ടെന്ന്. ആ വാല്യൂ ആണ് അതിന്റെ ആ പ്രദേശത്തിന്റെ ഹൈറ്റ്. അപ്പോ ഉയരം കണ്ടെത്താൻ സഹായിക്കുന്നു. രണ്ടാമതായി നേച്ചർ ഓഫ് ദി സ്ലോപ്പ്. ഒരു പ്രദേശത്തിന്റെ ചരിവ് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ 700 മീറ്റർ ഉയരമുള്ളത്തിൽ ഒരു ലൈൻ വരച്ചാൽ അവിടെ 700 മീറ്റർ ആണെന്ന് അതിന്റെ തൊട്ട് താഴെയുള്ളത് 600 മീറ്റർ ആണ്. അപ്പോ 100 മീറ്റർ ചായ്വുണ്ട് അവിടെ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സ്ലോപ്പ് മനസ്സിലാക്കാൻ. ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം. ഭൂപ്രദേശത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി മനസ്സിലാക്കാൻ. ചരിവുള്ള ഭൂമിയാണോ, നിരപ്പായ ഭൂമിയാണോ, തുടങ്ങിയവയൊക്കെ കുന്നാണോ, താഴ്വാരമാണോ എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കാൻ ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം. ഈ 3 കാര്യങ്ങൾക്കാണ് കോണ്ടൂർ ലൈൻ ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദി യൂസസ് ഓഫ് കോണ്ടൂർ ലൈൻസ് എന്ന് ചോദിച്ചാൽ, ഒന്ന്
to find out the altitude of a place, to find out the nature of the slope of the terrain, to find out the shape of the landform. Contour lines are used. ഒരു പ്രദേശത്തിന്റെ ഉയരം മനസ്സിലാക്കാൻ, ഒരു പ്രദേശത്തിന്റെ ചായ്വ് മനസ്സിലാക്കാൻ, ഒരു പ്രദേശത്തിന്റെ ഭൂരൂപം മനസ്സിലാക്കാൻ. Then intervisibility, നേർക്കാഴ്ച. If any two places are mutually visible, we can say that it is intervisible. ഭൗമോപരിതലത്തിൽ നിന്നുകൊണ്ട് വേറൊരു പ്രദേശത്തെ നോക്കുമ്പോൾ ആ പ്രദേശത്തെ കാണാൻ കഴിയുമെങ്കിൽ അത് നേർക്കാഴ്ച എന്ന് പറയും. ഇപ്പൊ നമ്മൾ കുന്നിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് മറുവശത്തേക്ക് നോക്കാൻ ശ്രമിച്ചാൽ ആ കുന്നേ കാണാൻ പറ്റും, മറുവശം കാണാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ആ സ്ഥലങ്ങൾ തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? നേർക്കാഴ്ച ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. നേരെ മറിച്ച് ആ കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് താഴ്വാരത്തുള്ളതൊന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? താഴ്വാരത്തുള്ള മറ്റൊരു പ്രദേശത്തെയോ വസ്തുവിനെയോ കാണാൻ കഴിയും. അപ്പോ ആ നമ്മൾ നിൽക്കുന്ന പ്രദേശവും താഴ്വാരത്ത് നമ്മൾ കാണുന്ന പ്രദേശവും തമ്മിൽ നേർക്കാഴ്ചയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നേർക്കാഴ്ച അത്തരത്തിലാണ്. എന്തിനാണ് ഇങ്ങനെ നേർക്കാഴ്ച നോക്കുന്നത്? ഫോർ ഇറക്റ്റിംഗ് ഇലക്ട്രിസിറ്റി പോസ്റ്റ്. ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ സ്ഥാപിക്കാൻ, വലിയ ടവറൊക്കെ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റിയൊക്കെ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രദേശങ്ങളിൽ തമ്മിൽ നേർക്കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രദേശത്തൂടെ ലൈൻ വലിക്കാൻ പറ്റൂ. നേർക്കാഴ്ച ഇല്ലാത്ത പ്രദേശങ്ങൾ തമ്മിൽ ലൈൻ വലിക്കാൻ പറ്റില്ല. മൊബൈൽ ടവറുകളും വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകളും ഒക്കെ സ്ഥാപിക്കണമെങ്കിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടാവണം, നേർക്കാഴ്ച ഉണ്ടാവണം. ഇനി ടോപ്പോ ഷീറ്റ് ഇന്റർപ്രിട്ടേഷൻ. നമുക്ക് എങ്ങനെ ഒരു ടോപ്പോ ഷീറ്റ് വായിച്ചെടുക്കാം, മനസ്സിലാക്കിയെടുക്കാം? അതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് മാർജിനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ, സെക്കൻഡ് നാച്ചുറൽ ഇൻഫർമേഷൻ, തേർഡ് കൾച്ചറൽ ഇൻഫർമേഷൻ. ഇത് 3 മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. ഒരു ടോപ്പോ ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന മാർജിനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ, പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. 2 കൾച്ചറൽ ഫീച്ചേഴ്സ്, സാംസ്കാരിക സവിശേഷതകൾ എന്തൊക്കെയാണ് ഒരു പടത്തിൽ കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം. 3-മതായി നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിദത്തമായ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഒരു ടോപ്പോ ഷീറ്റിലെ മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ഒരു ടോപ്പോ ഷീറ്റിൽ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളുടെ പുസ്തകത്തിൽ ആ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു പടം കൊടുത്തിട്ടുണ്ട്. ആ പടത്തില് കൃത്യമായി അതിനെക്കുറിച്ച് ഭൂപ്രദേശത്തിന്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്നുമൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു ടോപ്പോ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പോ ഷീറ്റില് നോർത്തിങ്സ് കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് ഒക്കെ രേഖപ്പെടുത്തിക്കാൻ നമ്പർ കൊടുത്തിരിക്കും. അത് മാർജിൻ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അത് മാർജിനിലാണ് കൊടുക്കുന്നത്. ഈ പടത്തിന്റെ മാർജിനിലായിട്ടാണത് കൊടുക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ടോപ്പോ ഷീറ്റ് നമ്പർ. ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് എന്തോന്നാ? ആ പടം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റൂ. ടോപ്പോ ഷീറ്റ് നമ്പർ അത് A എന്നായിരിക്കും രേഖപ്പെടുത്തുക. ടോപ്പോ ഷീറ്റ് നമ്പർ. ഈ പടത്ത് മുകളിൽ അറ്റം A എന്ന് കൊടുത്തേക്കുന്നിടത്ത് ടോപ്പോ ഷീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടോപ്പോ ഷീറ്റിന്റെ നമ്പറാണ്. ബി എന്ന് പറയുന്നത് നെയിം ഓഫ് ദി പ്ലേസ് റെപ്രസെന്റഡ്. ബി കണ്ടോ, കർണാടക എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രദേശത്തിന്റെ ആയിരിക്കും. അപ്പോ ബി അത് മാർജിനിലാണ്, പടത്തിനകത്തല്ല ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർജിനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ. 3, നെയിം ഓഫ് ദി ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ. ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിലാണ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ താഴെ അറ്റം കൊടുത്തിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈനും മുകളിലറ്റം കൊടുത്തിരിക്കുന്ന കറുത്ത വര, ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ C1 C2 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ദെൻ 3, ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ D1 D2. ഇടത്തറ്റവും വലത്തറ്റവുമായിട്ട് കീഴ്മേൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈസ്റ്റിംഗ്. അടുത്തത് ഈസ്റ്റിംഗ് ആണ്. ചുമന്ന വരയിലൂടെ ഈസ്റ്റിംഗ് നമുക്കറിയാം തെക്കുവടക്ക് കീഴ്മേൽ വരച്ചിരിക്കുന്ന ചുമന്ന രേഖകളാണ്. അത് E1 E2. അടുത്തത് നോർത്തിംഗ് F1 F2 എന്ന് വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറ് വരച്ചിരിക്കുന്ന രേഖകൾ F1 F2.
ഇതൊക്കെ നേരത്തെ നോക്കി ഇങ്ങനെ മനസ്സിലാക്കുക. അടുത്തത് സ്കെയിൽ ഓഫ് ദി മാപ്പ്. അടുത്ത് കൊടുത്തേക്കുന്നത് സ്കെയിൽ ഓഫ് ദി മാപ്പ്. ഈ മാപ്പ് വരച്ചിരിക്കുന്നത് എന്തോ സ്കെയിലിലാണ് എന്നുള്ളതാണ്. അത് ജി എന്ന അക്ഷരത്തിൽ താഴെയുണ്ട്. താഴെ പടത്തിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ജി എന്ന്. എച്ച് എന്ന് പറയുമ്പോൾ കോണ്ടൂർ ഇന്റർവെൽ, എച്ചും കൊടുത്തിട്ടുണ്ട്, അതും താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഐ കൊടുത്തിരിക്കുന്നത് ഇയർ ഓഫ് സർവേ, ഏത് വർഷമാണ്, അതും താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ജെ കൊടുത്തിട്ടുണ്ട് ഇയർ ഓഫ് പബ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെ ഇതെല്ലാം മാർജിനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കെ ഏജൻസി ഇൻ ചാർജ് ഓഫ് സർവേ, അതും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഏജൻസിയാണ് ഈ സർവേ നടത്തിയത് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാം നോക്കി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം, ടോപ്പോഷീറ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ. അടുത്തത് ഫിസിക്കൽ ഓർ നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിദത്തമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് അതിന് നമ്മൾ മുമ്പ് പറഞ്ഞ സിമ്പിളുകളൊക്കെ പഠിക്കണം. വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ളത്, വാട്ടർ ബോഡീസ് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതായത് റിവേഴ്സ്, ഓഷൻസ്, ലേക്സ്, സ്ട്രീംസ് എക്സെട്ര. അതുപോലെ തന്നെ ലാൻഡ് ഫോംസ്, ഹിൽസ്, വാലീസ്, ഡെസേർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഇതൊക്കെ പ്രകൃതിദത്തമായവയാണ്. ഇവയൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. ദെൻ കൾച്ചറൽ ഓർ മാൻമെയ്ഡ് ഫീച്ചേഴ്സ്, പ്രകൃതിദത്തം ആയതല്ലാത്തത്, സാംസ്കാരികമായത് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതം ആയത്. ഉദാഹരണത്തിന് സെറ്റിൽമെന്റ്സ്, താമസ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വാസസ്ഥലങ്ങൾ, അതായത് വീടുകൾ, കെട്ടിടങ്ങൾ, റോഡുകൾ, ആരാധനാലയങ്ങൾ, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, പാലങ്ങള്, അതിർത്തികൾ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കുന്നവയാണ്. ഇവയൊക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നത്. അതിന് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് മാർജിനൽ ഓർ പ്രൈമറി ഇൻഫർമേഷൻ, സെക്കൻഡ് ഫിസിക്കൽ ഓർ നാച്ചുറൽ ഫീച്ചേഴ്സ്, തേർഡ് കൾച്ചറൽ ഓർ മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. ഇത് 3ഉം ഒരു ടോപ്പോ ഷീറ്റ് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പോ ഷീറ്റ് വായിച്ചെടുക്കാൻ പറ്റും. അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഏതൊക്കെ പ്രദേശത്തായിട്ട് എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ ഒന്നാമത്തത് മാർജിനൽ ഇൻഫർമേഷൻ ആണ്. എന്ന് വെച്ചാൽ മാർജിനിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ. രണ്ടാമത്തത് പ്രകൃതിദത്തമായ സവിശേഷതകളാണ്. മൂന്നാമത്തതായി മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. മറ്റു ചാപ്റ്ററുകളെ അപേക്ഷിച്ച് ശരിക്കും ഈ ചാപ്റ്റർ വായിച്ച് തന്നിരിക്കുന്ന പടങ്ങൾ നോക്കി അതിനനുസരിച്ച് ചെയ്തു പഠിച്ചെങ്കിൽ മാത്രമേ ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ഈ ക്ലാസ് ഞാൻ എടുത്തെങ്കിലും ഇത് ആ ക്ലാസ് എടുത്തതിനനുസരിച്ചും ഈ പുസ്തകം വായിച്ചതനുസരിച്ചും ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പടങ്ങൾ കംപ്ലീറ്റ് ഒരറ്റത്തുനിന്ന് ശ്രദ്ധയോടെ സമയമെടുത്ത് മനസ്സിലാക്കി ചെയ്തു പഠിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.